എൻ മനമേ സ്തുതിക്ക നിന്നാഥനേ, എന്നുള്ളമേ വാഴ്ത്തുക നന്ദിയാ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 33-ാം അധ്യായം 27-ാമത് വാക്യം. അവൻ മനുഷ്യരുടെ മുമ്പിൽ പാടിപ്പറയുന്നത്, ഞാൻ പാപം ചെയ്തു, നേരായുള്ളത് മറിച്ചു കളഞ്ഞു, അതിന് എന്നോട് പകരം ചെയ്തിട്ടില്ല എന്ന വാക്യമാണ്. ആ വാക്യത്തിനുള്ളിൽ എൻ്റെ ഉള്ളിൽ വന്ന ചിന്ത, സ്വന്തം പാപത്തെക്കുറിച്ചുള്ള അറിവൊരു മനുഷ്യനുണ്ടാകുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രം സംഭവിക്കപ്പെടുന്നതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേൽ ക്രിയ ചെയ്യുമ്പോഴാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള ബോധ്യതകൾ ആ മനുഷ്യനുണ്ടാകുന്നത് എന്നുള്ളതാണ്. മിസ്രൈമിലെ അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേൽ മക്കളെ അവരുടെ നിലവിളി നിമിത്തം വീണ്ടെടുത്ത് വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ മോശയോട് അരുളി ചെയ്യുകയും, മോശ മിസ്രൈമിലേക്ക് കടന്നു വന്ന് അഹരോൻ്റെ സാന്നിധ്യത്തിൽ ദൈവത്തോടു കൂടെ ജനത്തെ അവിടെ നിന്ന് പുറപ്പെടുവിക്കുവാൻ ആഗ്രഹിച്ചു. എങ്കിലും പലപ്പോഴും തിന്മകളും ദുഷ്ടതകളും പ്രവർത്തിക്കുന്നവർക്ക് ആ ബോധ്യതകളില്ലാത്തവരായി കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ 9-ാം അധ്യായം 27-ാം വാക്യം പറയുന്നത്, അപ്പോൾ ഫറവോൻ ആളയച്ച് മോശയെയും അഹരോനെയും വിളിപ്പിച്ച് അവരോട്, ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു, യഹോവ നീതിയുള്ളവൻ, ഞാനും എൻ്റെ ജനവും ദുഷ്ടന്മാർ, യഹോവയോട് പ്രാർത്ഥിപ്പീൻ എന്ന് പറയുന്നതായ വാക്കുകൾ അവിടെ കാണുന്നുണ്ട്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായം 20-ാം വാക്യത്തിൽ വരുമ്പോഴും കാണുന്നത്, യഹോവേ, ഞങ്ങൾ ഞങ്ങളുടെ ദുഷ്ടതയും ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യവും അറിയുന്നു. ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. നിൻ്റെ നാമം നിമിത്തം ഞങ്ങളെ തള്ളിക്കളയരുതേ എന്നുള്ള ആഴമായൊരു പ്രാർത്ഥന അവിടെ കഴിക്കുന്നതും കാണുകയാണ്. 16-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വരുമ്പോൾ, നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം ദോഷം ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തനും എൻ്റെ വാക്ക് കേൾക്കാതെ താൻ്റെ ദുഷ്ടഹൃദയത്തിലെ ശാഠ്യമനുസരിച്ച് നടക്കുന്നു എന്ന് ഓർപ്പിക്കുന്നതും കാണുവാൻ കഴിയുകയാണ്. ജീവിതത്തിനകത്ത് സംഭവിക്കപ്പെട്ടു പോകുന്ന തെറ്റുകളെക്കുറിച്ച്, വീഴ്ചകളെക്കുറിച്ച്, പാപങ്ങളെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ ദാവീദിനോട് നാഥാൻ പ്രവാചകൻ ഓർപ്പിച്ചപ്പോൾ താൻ തെറ്റംഗീകരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുവാൻ മനസ്സ് കാണിക്കുന്നു എങ്കിൽ അത് നമുക്ക് അനുഗ്രഹത്തിനും നന്മയ്ക്കും, അത് നമ്മുടെ പാപക്കറകൾ കഴുകി നമ്മെ വിശുദ്ധരാക്കുന്നതിനും കാരണമായി തീരുമെന്ന് തിരുവചനം ആഴമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മെ തന്നെ സ്വയശോധന ചെയ്യുന്നവരും നമ്മുടെ തെറ്റുകൾ, നമ്മുടെ കുറ്റങ്ങൾ, നമ്മുടെ വീഴ്ചകൾ, നമ്മുടെ പരാജയങ്ങൾ കണ്ടെത്തുകയും അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയും
ദൈവത്തിങ്കൽ നിന്നുള്ള ശാശ്വത പരിഹാരം പ്രാപിക്കുകയും ചെയ്യുവാൻ നമുക്കൊരുങ്ങാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ പാപത്തിൽ തുടരുന്നവരായിട്ടല്ല, ഞങ്ങളുടെ പാപം ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പാപമോചനം പ്രാപിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അത്ഭുതം ചെയ്യണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.